പ്രണയപൂർവം നിനക്കായി ഞാൻ ഭാഗം 53. അവൾക്ക് നല്ല തലവേദനയുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവൾ ഉറങ്ങിയിട്ട് വരാമെന്ന് കരുതി അവിടെ ഇരിക്കുകയായിരുന്നു. അവൾ ഉറങ്ങി. ഇനി നമുക്ക് പോകാം എന്ന് പറഞ്ഞ് അവൻ മുന്നിൽ നടന്നതും അവൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു. അവൻ അവൻ്റെ ചുണ്ടിനെ ഒന്ന് നുണഞ്ഞു. ഇപ്പോഴും ഒരു പാൽ മധുരം അവൻ അറിഞ്ഞതും അവൻ അവൻ്റെ നെഞ്ചിൽ കൈവച്ചു. ചിരിയോടെ അവൻ ഇറങ്ങിപ്പോകുന്നത് കണ്ടതും ഇത്രയും നേരം അവനെ നോക്കി നിന്ന നമ്മളിപ്പോൾ ആരായി? സെബി ചോദിച്ചുകൊണ്ടാണ് നടക്കുന്നത്. അവിടെ നിന്നും സണ്ണിയും സെബിയും എല്ലാം നേരെ അലക്സിൻ്റെ വീട്ടിലേക്കാണ് ചെന്നത്. അവിടെ ചെന്ന് ഇന്നലെ അച്ഛൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം സണ്ണി അലക്സിനോടും ഷാമിനോടും പറഞ്ഞു. ഗരുഡമന ഞാൻ കേട്ടിട്ടുണ്ട്. ഇവർക്ക് ഒരുപാട് ബിസിനസ്സുകളുണ്ട്. ആ ബിസിനസ്സുകൾ ഒക്കെ തന്നെയാണ് എൻ്റെ പെണ്ണിൻ്റെ ജീവിതം ഇങ്ങനെ ആക്കാനുള്ള കാരണവും. ആ അച്ഛനും അമ്മയ്ക്കും മകളെയും ആ സഹോദരങ്ങൾക്ക് കൂടപ്പിറപ്പിനെയും നഷ്ടമാകാൻ കാരണം ആ സ്വത്തുക്കൾ തന്നെയാണ്. ഇപ്പോൾ മറ്റൊരു പ്രശ്നം കൂടി ഇതിനിടയിൽ എനിക്ക് തോന്നുന്നുണ്ട്. അവിടെ നിന്നും ആദിശേഷന് വിവാഹം ആലോചിച്ചിരിക്കുന്നത്, അതായത് അവൻ്റെ അമ്മ വീട്ടിൽ നിന്നും. അവരാണ് ഈ ഗരുഡമന ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വിവാഹക്കാര്യം അവിടെ നിന്നും വന്ന പ്രപ്പോസലായിരുന്നു. അമ്മയുടെ ഒരു താല്പര്യത്തിനാണ് ഈ വിവാഹം നടത്താമെന്ന് കരുതുന്നത്. എൻ്റെ ഒരു ഊഹം ശരിയാണെങ്കിൽ ആദികേശന് ഇതിൽ താല്പര്യമില്ല. അത് മാത്രമല്ല, അവർ ഈ വിവാഹം നടത്താൻ മുൻകൈയെടുത്ത് അംബികാമ്മയോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിലും ഒരു കാരണമുണ്ടാകും. അതുകൊണ്ട് ഇനിയുള്ള കാര്യങ്ങളെല്ലാം വളരെ സൂക്ഷിച്ച് ചെയ്യാൻ പാടുള്ളൂ. ഗരുഡമനയിലുള്ളവർ ഗൗരി എന്ന് പറയുന്ന ഒരു അവകാശി കൂടി ഉണ്ട്. അല്ലെങ്കിൽ അവരാണ് ഇതിന് പിന്നിലെങ്കിൽ അവർ ഇല്ലാതാക്കാൻ ശ്രമിച്ച ആ കുട്ടി ജീവനോടെ ഉണ്ട് എന്നറിയുമ്പോൾ സ്വാഭാവികമായിട്ടും അവർ വീണ്ടും എന്തെങ്കിലും പ്രശ്നങ്ങളുമായിട്ട് ഇറങ്ങും. അതുകൊണ്ടാണ് പറയുന്നത്, ഇനി വളരെ കെയർഫുള്ളായിട്ടായിരിക്കണം കാര്യങ്ങൾ ചെയ്യാൻ. അവരുടെ നീക്കങ്ങൾ എപ്പോഴും പ്രതീക്ഷിക്കാം, അവരുടെ വരവും, സണ്ണി പറഞ്ഞു. പിന്നെ വീട്ടിൽ പ്രൊട്ടക്ഷനായിട്ട് ആരും പുറത്തുനിന്ന് വരാതിരിക്കാനും ലോക്കിയെയും ജിമ്മിയെയും ഗൗരിയുടെയും മക്കളുടെയും സുരക്ഷയ്ക്കായിട്ട് ആ വീട്ടിലേക്ക് ഞാൻ മാറ്റിയിട്ടുണ്ട്. പിന്നെ എന്നേക്കാൾ പുലിയാണ് എൻ്റെ അമ്മായിച്ചൻ, ഇറങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് പകുതി ടെൻഷൻ അദ്ദേഹത്തിന് വിട്ടുകൊടുത്തിരിക്കുകയാണ്, സണ്ണി പറഞ്ഞു. ഇവിടെ വരാനിരിക്കുന്ന വലിയൊരു ട്വിസ്റ്റുണ്ട്. ആദിലക്ഷ്മി നാളെ വരും. ആദിലക്ഷ്മിയും ഗൗരിയും ഒരുപോലെ ഇരിക്കുകയാണെന്നാണ് പറയുന്നത്. നമ്മൾ ഇതുവരെ നേരിട്ട് രണ്ടുപേരെയും ഒരുമിച്ച് കണ്ടിട്ടില്ല. അതുകൊണ്ട് എത്രത്തോളം അതിൽ കഴമ്പുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഞാനും ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ്. എൻ്റെ പെണ്ണിനെ പോലെ തന്നെ ഇരിക്കുന്ന മറ്റൊരു പെൺകുട്ടി ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ കാണാൻ എനിക്ക് അവരെ രണ്ടുപേരെയും മാറിപ്പോകുമോ എന്നറിയാനുള്ള ഒരാകാംക്ഷ, സണ്ണി പറഞ്ഞു. അത് പറഞ്ഞപ്പോഴോർത്തത്, ആനന്ദ് അവൻ എത്തിയിട്ടില്ലല്ലോ? അലക്സ് ചോദിച്ചു. എൻ്റെ മുന്നിൽ എത്തിയിട്ടില്ല. നാളെ ആദിലക്ഷ്മിയെയും കൊണ്ട് അവൻ വരും. അപ്പോൾ നമുക്ക് അവനെ കാണണം. നിങ്ങളെല്ലാവരും ഉണ്ടാകണം. നമ്മൾ ഒരുമിച്ച് നാളെ അവനെയും ആദിലക്ഷ്മിയെയും കാണാനിരിക്കുന്നത്, സണ്ണി പറഞ്ഞു. തീർച്ചയായിട്ടും ഞങ്ങളും നീ പറഞ്ഞതുപോലെ തന്നെ വളരെയധികം ആകാംക്ഷയിൽ തന്നെയാണ് നിന്റെ ഭാര്യയെയും നിന്റെ ഭാര്യ സഹോദരിയെയും കാണാൻ, അലക്സ് പറഞ്ഞു. അനന്തൻ സാറ് പറഞ്ഞതുപോലെ ഇതിന് പിന്നിൽ ഇങ്ങനെ ആളുകൾ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കുന്നതല്ലേ നല്ലത്. കാരണം ഇനിയും അവർ ഓരോ പ്രശ്നങ്ങളുണ്ടാക്കി നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതിലും നല്ലത് അവരെ എത്രയും പെട്ടെന്ന് തുരത്തി കളയുന്നതല്ലേ, അലക്സ് ചോദിച്ചു. അത് ശരിയാണ്. പക്ഷേ അത്ര പെട്ടെന്ന് പിടിതരുന്നവരല്ല. അല്ലെങ്കിൽ ഇതിനു മുന്നേ അച്ഛൻ എന്തെങ്കിലും ചെയ്തേനെ. ഈ പറയുന്ന ഗരുഡമനയെക്കുറിച്ച് ഞാൻ ഒന്നുകൂടി അന്വേഷിക്കട്ടെ. ബിസിനസ്സുകൾ ഉണ്ട് എന്ന് മാത്രമല്ലേ നമുക്ക് അറിയാൻ പറ്റിയത്. അതല്ലാതെ മറ്റെന്തെങ്കിലും നമുക്കറിയാൻ പറ്റുമെന്ന് നോക്കാം. നിന്റെ അമ്മായിമ്മയുടെ, അതായത് ഗൗരിയുടെ അമ്മയുടെയാണ് ഈ ഗരുഡമന എന്ന് പറയുന്നത് അല്ലേ? അതെ, സണ്ണി പറഞ്ഞു. അപ്പോൾ ആ സ്വത്തുക്കൾ വിട്ടുകൊടുക്കാതിരിക്കാനായിരിക്കണം അല്ലേ അനന്തപത്മനാഭൻ്റെ ഒരു മകളെ കൊണ്ടുപോയത്? പക്ഷേ എന്തിന് ഒരു മകളെയായിട്ട് കൊണ്ടുപോകണം? കൊണ്ടുപോവുകയാണെങ്കിൽ രണ്ടുപേരെയും കൊണ്ടുപോകണ്ടേ, അലക്സ് ചോദിച്ചു. അതെ, ഈ സംശയം തന്നെയാണ് അച്ഛൻ എന്നോട് പറഞ്ഞത്. എന്തുകൊണ്ടായിരിക്കും അവർ അങ്ങനെ ചെയ്തത് എന്ന്. അതറിഞ്ഞാലേ ഈ കേസ് നമുക്ക് അവസാനിപ്പിക്കാൻ പറ്റൂ. അല്ലെങ്കിൽ വ്യക്തമായ തെളിവും സാഹചര്യത്തിനും വേണ്ടി കാത്തിരിക്കുന്നതാണ്. അല്ലാതെ ഞാൻ ഇത്രയും ദിവസം കൊണ്ട് മനസ്സിലാക്കിയ അനന്തപത്മനാഭൻ ഇങ്ങനെ ക്ഷമിച്ചിരിക്കുന്ന ആളല്ല. എന്നാലും എനിക്ക് അത്ഭുതം തോന്നുന്നു. ഇപ്പോഴും അവർ രണ്ടുപേരും
നിന്റെ അച്ഛൻ്റെ കസ്റ്റഡിയിലുണ്ടെന്ന് പറഞ്ഞിട്ട് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല, സെബി പറഞ്ഞു. സത്യം, എനിക്കും. നമുക്കൊന്ന് അവരെ കാണണ്ടേ? നന്ദനെയും നിന്റെ ഭാര്യയായിട്ട് വന്നവളെയും, സെബി ചോദിച്ചു. തീർച്ചയായിട്ടും കാണണം. അച്ഛൻ എനിക്ക് സമയം തന്നിട്ടുണ്ട്. വെയിറ്റ് ചെയ്യുന്നതാണ് ഞാനും. ആദ്യം അച്ഛൻ പറഞ്ഞതുപോലെ ഇതിന് പിന്നിലുള്ള ആളെ കണ്ടെത്തട്ടെ, എന്നിട്ട് നമുക്ക് ഇറങ്ങാം. സണ്ണി, ഞാൻ നിന്നോട് മറ്റൊരു കാര്യം പറയാനിരിക്കായിരുന്നു. ഇത്തിരി മുമ്പ് നീ പറഞ്ഞില്ലേ ആദിശേഷിന് ഈ വിവാഹത്തിന് താല്പര്യമില്ലാന്ന്. നിനക്ക് അങ്ങനെ തോന്നാനുള്ള കാരണം എന്താ? സണ്ണി ചോദിച്ചു. എനിക്കങ്ങനെ തോന്നാനുള്ള കാരണം അവൻ്റെ മുഖത്ത് ഈ കല്യാണക്കാര്യം പറയുമ്പോൾ സങ്കടമാണ് തെളിയുന്നത്. നമ്മളൊക്കെ ഈ കല്യാണക്കാര്യം പറയുമ്പോൾ സന്തോഷമല്ലേ ഉണ്ടാകേണ്ടത്. പക്ഷേ അവൻ ആ കാര്യം പറയുമ്പോൾ നിരാശയാകുന്നത് പോലെ എനിക്ക് തോന്നുന്നു. അവൻ്റെ മനസ്സിൽ ഇനി ആരെങ്കിലും ഉണ്ടോ? എങ്ങനെയെങ്കിലും അതറിയണം. അവനൊരു പാവാണ്. അവൻ മാത്രമല്ല, ആദികേശും. ഞാൻ ഇത്രയും ദിവസം കൊണ്ട് തന്നെ അവരെ രണ്ടുപേരെയും മനസ്സിലാക്കിയിട്ടുണ്ട്, സെബി പറഞ്ഞു. ശരിയാണ്, എനിക്കും തോന്നിയിരുന്നു അങ്ങനൊരു സംശയം. എന്തായാലും കല്യാണത്തിൻ്റെ ഡേറ്റ് ഒന്നും തീരുമാനിച്ചിട്ടില്ലല്ലോ. നമുക്ക് എന്തായാലും നോക്കാം. അതിനുള്ളിൽ ഞാൻ ആദ്യം അവനോടൊന്ന് സംസാരിക്കട്ടെ. എന്താണ് അവൻ്റെ മനസ്സിലുള്ളത് എന്ന് ആദ്യം അവനോട് തന്നെ ചോദിച്ചറിയാം. എന്നിട്ട് അതിനുള്ള പോംവഴി കണ്ടെത്തണം, സണ്ണി പറഞ്ഞു. നമ്മുടെ കയ്യിലാണോ പോംവഴിക്ക് പഞ്ഞം? ജോൺ പറഞ്ഞു. പിന്നീട് എല്ലാവരും കുറച്ചു നേരം കൂടി സംസാരിച്ചതിനു ശേഷമാണ് തിരിച്ച് വീട്ടിലേക്ക് എത്തിയത്. വീട്ടിലെത്തിയതും പുറത്തു പോയ ആദികേശും എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു. അച്ഛനും ഒരു മീറ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് പുറത്തു പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഉച്ചയായപ്പോഴേക്കും അച്ഛൻ തിരിച്ചെത്തി. കൂടെ അച്ഛൻ്റെ മാനേജറായ മൂർത്തിയും ഉണ്ടായിരുന്നു. എല്ലാവരും ഒരുമിച്ച് ഭക്ഷണം കഴിക്കുമ്പോഴും ഗൗരി ഭക്ഷണം കുറവ് കഴിക്കുന്നത് കണ്ട സണ്ണി അവളെ ദേഷ്യത്തോടെ നോക്കുന്നത് കണ്ടതും, അമ്മച്ചി, ഗൗരിയുടെ പനി മാറിയിട്ടില്ല എന്ന് തോന്നുന്നു. ഭക്ഷണം നന്നായിട്ട് കഴിക്കുന്നില്ല. ഇങ്ങനെ പോയാൽ എങ്ങനെയാ മക്കളുടെ അടുത്തേക്ക് ഗൗരിയെ കൊണ്ടുപോവുക? സണ്ണി ചോദിച്ചതും ഗൗരി മുഖമുയർത്തി അവനെ നോക്കി. എനിക്ക് കുഴപ്പമൊന്നുമില്ല, എനിക്ക് പനിയൊന്നുമില്ല. പക്ഷേ വായ്ക്ക് ഒരു രുചിയും തോന്നുന്നില്ല, അവൾ പറഞ്ഞു. അപ്പോൾ പനിയുണ്ട്, പനിയുടെ ലക്ഷണമാണ്. അങ്ങനെയാണെങ്കിൽ ആശുപത്രി പോണ്ടി വരും. ഞാൻ പറഞ്ഞതുപോലെ പനി ഉള്ളിലുണ്ടാകും. അമ്മച്ചി പറഞ്ഞത് കേട്ടതും ഗൗരി വേഗം പ്ലേറ്റിലേക്ക് വീണ്ടും കുറച്ചുകൂടി ഭക്ഷണം ഇട്ട് കഴിക്കുന്നത് കണ്ട് എല്ലാവരും ചിരിച്ചു. അപ്പോൾ എൻ്റെ കൊച്ചിനെ കഴിക്കാൻ അറിയാൻ പാടില്ലാഞ്ഞിട്ടല്ല, കഴിക്കാനൊക്കെ അറിയാം അല്ലേ? അമ്മച്ചി ചോദിച്ചതും അവൾ ദയനീയമായി അമ്മച്ചിയെ നോക്കി. വേണ്ടെങ്കിൽ കഴിക്കണ്ട, കുറേശ്ശെ ഭക്ഷണം കൂട്ടിക്കഴിക്കേ. എന്നാൽ അസുഖം മാറി മക്കൾക്ക് വീണ്ടും പാല് കൊടുത്തു തുടങ്ങാൻ പറ്റും. അമ്മച്ചി പറഞ്ഞതും പെട്ടെന്ന് സണ്ണി ചുമച്ചു. പതുക്കെ കഴിക്കടാ എന്ന് പറഞ്ഞ് അമ്മച്ചി അവൻ്റെ തലയിൽ ഒന്ന് തട്ടിക്കൊടുത്തു. ഗൗരി ഇടം കണ്ടിട്ട് സണ്ണിയെ നോക്കി. അന്ന് ഉച്ചയ്ക്കും ഗൗരി സണ്ണിയെ ചേർത്ത് പിടിച്ച് തന്നെ ഉറങ്ങി. വൈകുന്നേരം ഗൗരി എഴുന്നേറ്റ് ചായ എടുക്കാനായിട്ട് കിച്ചണിലേക്ക് പോയി. അവളുടെ ക്ഷീണമെല്ലാം അത്യാവശ്യം നന്നായി തന്നെ മാറിയിരുന്നു. ഇനിയിപ്പോൾ ഡോക്ടറുടെ അടുത്ത് പോകണ്ട മോള്, ഓക്കെ ആയെന്ന് തോന്നുന്നു. എന്നാൽ പിന്നെ മക്കൾക്ക് പാല് കൊടുക്ക്, അമ്മച്ചി പറഞ്ഞു. അത് കേട്ട് ഗൗരി വേഗം അമ്മയുടെയും അച്ഛൻ്റെയും മുറിയിലേക്കാണ് പോയത്. റൂമിൽ ചെന്നപ്പോൾ അച്ഛൻ്റെ നെഞ്ചിൽ ഉറങ്ങുന്ന ഒരു കുഞ്ഞ്, അച്ഛനോട് പറ്റിച്ചേർന്ന് കിടക്കുന്ന മറ്റൊരാൾ. അത് കണ്ട് ഗൗരി ഒന്ന് ചിരിച്ചു. അപ്പോഴാണ് വാഷ്റൂമിൽ നിന്നും അമ്മ ഇറങ്ങി വരുന്നത്. വാതിക്കൽ നിൽക്കുന്ന ഗൗരിയെ കണ്ടതും ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞ് അമ്മ വിളിച്ചു. ബ്ലാങ്കറ്റിനുള്ളിൽ അപ്പൂപ്പൻ പൊതിഞ്ഞു പിടിച്ചാണ് കിടക്കുന്നത്. അപ്പോഴാണ് അങ്ങോട്ട് ആദികേശും വരുന്നത്. എന്താ ഇവിടെ നിൽക്കുന്നത് എന്ന് ചോദിച്ചു കണ്ട് വന്ന രണ്ടുപേരും ഗൗരിയുടെ അപ്പുറവും ഇപ്പുറവുമായിട്ട് നിന്നു. അവരും അകത്തെ കാഴ്ച കണ്ടു. 3 പേരും കൂടി ഒരുമിച്ച് അകത്തേക്ക് കയറി. അംബിക AC-യുടെ തണുപ്പ് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുകയായിരുന്നു. ഗൗരിയെയും കൊണ്ട് ആദികേശു ബെഡിലേക്ക് കയറി കിടന്നു. അവൻ്റെ അടുത്തായി ആദിശേഷും. തൻ്റെ ഭർത്താവും മക്കളും ഒരുമിച്ച് ബെഡിൽ കിടക്കുന്നത് കണ്ട് അംബിക നോക്കി നിൽക്കുമ്പോഴാണ് റൂമിൻ്റെ വാതിക്കൽ സണ്ണിയെ കണ്ടത്. ഇങ്ങോട്ട് കയറി വാ, ആദികേശ് പതിയെ പറഞ്ഞതും സണ്ണി അകത്തേക്ക് കയറി ചെന്നു. അപ്പോഴും ഇതൊന്നും അറിയാതെ അപ്പൂപ്പനും മക്കളും നല്ല ഉറക്കം തന്നെയാണ്. ആദിശേഷ് സണ്ണിയെ അവൻ്റെ അടുത്തേക്ക് കിടത്തി. ഇനി അമ്മ നല്ലൊരു ഫോട്ടോ എടുക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ എടുത്ത് അംബികയ്ക്ക് നേരെ കൊടുത്തു. അംബിക ഫോൺ മേടിച്ച് അവരുടെ എല്ലാവരും കൂടി കിടക്കുന്ന ആ ഫോട്ടോ മൊബൈലിൽ പകർത്തി. അവളില്ലേ ആദിലക്ഷ്മി, അവളിങ്ങോട്ട് വരട്ടെ, ഇതൊന്ന് കാണിച്ചു കൊടുക്കണം.
ആദികേഷ് പറഞ്ഞു. വേണ്ട കേട്ടോ, നിനക്ക് ഇതിനിരട്ടി പണി അവൾ തരും. ആദിശേഷ് പറഞ്ഞു. മിണ്ടാതെ കിടക്കുന്നുണ്ടെങ്കിൽ കിടക്ക്, ഇല്ലെങ്കിൽ എഴുന്നേറ്റ് പോയേ, മക്കളെ എഴുന്നേൽപ്പിക്കണ്ട. അംബിക അല്പം ദേഷ്യത്തിൽ പറഞ്ഞതും ഞങ്ങൾ വന്നോളാം, അമ്മ പോയി ചായ എടുക്ക്. ആദികേഷ് പറഞ്ഞുകൊണ്ട് ഗൗരിയെ കെട്ടിപ്പിടിച്ചു. അവൻ്റെ അടുത്ത് കിടക്കുന്ന ആദിശേഷം കൈ എത്തിച്ച് ഗൗരിയെ കെട്ടിപ്പിടിച്ചു. അത് കണ്ട് മനസ്സ് നിറഞ്ഞ അംബിക ആ റൂമിൽ നിന്ന് പുറത്തേക്കിറങ്ങിയത്. സണ്ണിയും പതിയെ പുറത്തേക്കിറങ്ങി. അവിടെ അച്ഛനും മക്കളും കൊച്ചുമക്കളും മാത്രം മതിയെന്ന് തോന്നി. പുറത്തേക്കിറങ്ങിയ സണ്ണി അപ്പുറത്തെ വീട്ടിലേക്ക് നടന്നു. മോനെ, ചായ കുടിച്ചിട്ട് പോ, അമ്മച്ചി വിളിച്ചു പറഞ്ഞു. ഞാൻ ഇപ്പോൾ വരാം അമ്മച്ചി, സണ്ണി വിളിച്ചു പറഞ്ഞു. അവിടെ ചെന്നതും സെബിയും ജോണും അവൻ പറഞ്ഞ കാര്യം ചെയ്യുകയായിരുന്നു. എന്തായി, ഫിറ്റ് ചെയ്തോ? ചെയ്തു, നീ വരാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. ഇത് നീ ഉദ്ദേശിക്കുന്ന ആംഗിളിൽ കിട്ടുന്നുണ്ടോയെന്ന് നോക്കിക്കേ, സെബി പറഞ്ഞതും അവിടെ ഉണ്ടായിരുന്ന കമ്പ്യൂട്ടറിൽ അവൻ നോക്കി. ഓക്കെയാണ്, പിന്നെ ഇത് റൊട്ടേറ്റ് ക്യാമറ ആയതുകൊണ്ട് പ്രശ്നം ഉണ്ടാകില്ല എന്ന് തോന്നുന്നു, സണ്ണി പറഞ്ഞു. എന്തായാലും അനന്തൻ സാറ് അവിടെ സെക്യൂരിറ്റി സിസ്റ്റം എല്ലാം വെച്ചിട്ടുണ്ടാവും. അത് നീ എന്തായാലും ഒന്ന് നോട്ട് ചെയ്തേക്ക്. പിന്നെ അവിടെ നിന്നും കിട്ടാത്ത അത്രയും പെർഫെക്റ്റോടു കൂടി ഇവിടെ നിന്നും കിട്ടുമെന്ന് നീ വിചാരിക്കേണ്ട. അതുകൊണ്ട് നീ മാക്സിമം അവിടെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്, സെബി സണ്ണിയോട് പറഞ്ഞു. അവിടെയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്. അവിടെ ഏറ്റവും കൂടുതൽ എൻ്റെ കുഞ്ഞിനെയും എൻ്റെ പെണ്ണിനെയും അച്ഛനെയും അമ്മയെയും എല്ലാവരെയും പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഞാൻ 2 പേരെ എത്തിച്ചിട്ടുണ്ട്. അവർ തന്നെ ധാരാളം. ഇപ്പോൾ 2 പേരും പതിയെ അകത്തേക്ക് കയറി തുടങ്ങിയിട്ടുണ്ട്. അംബികാമ്മയ്ക്ക് ആദ്യം പേടിയായിരുന്നെങ്കിലും ഇപ്പോൾ 2 പേരെയും അകത്തേക്ക് കയറ്റിയിട്ടുണ്ട്. ഇന്ന് ഞാൻ വരുമ്പോൾ 2 പേരും അകത്ത് നടക്കുന്നുണ്ടായിരുന്നു. അകത്ത് അവർ കയറി നടക്കാൻ അവർക്കൊരു സ്വാതന്ത്ര്യം കിട്ടുകയാണെങ്കിൽ അത് ഏറ്റവും ബെറ്റർ ഓപ്ഷൻ തന്നെയാണ്. കാരണം അവരുടെ കണ്ണിൽ പെടാത്തതായി ഒന്നും ആ വീട്ടിൽ സംഭവിക്കില്ല എന്നുള്ളത് എൻ്റെ ഒരു വിശ്വാസമാണ്, സണ്ണി പറഞ്ഞു. എന്നാൽ പിന്നെ ടെൻഷൻ അടിക്കണ്ട. പിന്നെ കുറച്ചു നേരം കൂടി സണ്ണിയും അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തു. പുറത്തേക്ക് വരുമ്പോഴാണ് റോസ്മേരിയും സാന്ദ്രയും റെഡിയായി നിൽക്കുന്നത് കാണുന്നത്. ഇതെവിടെ പോകുന്നു, സണ്ണി ചോദിച്ചു. ചുമ്മാ കറങ്ങാൻ പോകുന്നത്. കറങ്ങാൻ കൊണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങളൊന്നേ കറങ്ങിയിട്ട് വരാം. പിന്നെ അന്നക്കുട്ടിയും ചേട്ടത്തിയും കൂടി അങ്ങോട്ട് വരും. ഞങ്ങൾ രാത്രിയാകും വരാൻ. കുര്യച്ചൻ ചേട്ടൻ ഇപ്പോൾ അവിടെയാണല്ലോ, സാന്ദ്ര പറഞ്ഞു. സത്യത്തിൽ നമുക്കും അവിടെ തന്നെ നിൽക്കുന്നതല്ലേ നല്ലത്? അതെ, പക്ഷേ 2 ദിവസത്തിനുള്ളിൽ ഞങ്ങൾ തിരിച്ചിങ്ങോട്ട് വരും. എന്നിട്ട് നമുക്ക് പിന്നെ അങ്ങോട്ട് പോയി നിൽക്കാം. അതെന്തിനാ ഇങ്ങോട്ട് വരുന്നത്? അത് ഗൗരി ചേച്ചിയുടെ വീടല്ലേ, പിന്നെ എന്തിനാ ഇങ്ങോട്ട് വരുന്നത്? അതോ, അവിടെ കുറച്ച് അതിഥികൾ വരുന്നുണ്ട്. ആ സമയത്ത് പെട്ടെന്ന് ഞങ്ങളെ അല്ല ഗൗരിയെ കാണണ്ട. അതുകൊണ്ട് അവർക്കൊരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി ഞാൻ ഗൗരി ഇങ്ങോട്ട് വരുന്നത്, സണ്ണി പറഞ്ഞതും എന്തോ ഒരു പണിക്കുള്ള കോൾ ഉണ്ടല്ലോ, സാന്ദ്ര ചോദിച്ചതും അതെ, നിനക്കെങ്ങനെ മനസ്സിലായി, സണ്ണി ചോദിച്ചു. അത് നിനക്ക് ഇത്രയും നാളായിട്ട് മനസ്സിലായില്ലേ സണ്ണി? എന്ത് ഉടായ്പ പണിയുണ്ടെങ്കിലും അത് ഇവളുടെ കണ്ണിൽ എങ്ങനെയെങ്കിലും പെടും. അത് മറ്റാരുടെ കണ്ണിൽ പെട്ടില്ലെങ്കിലും നമ്മുടെ ലോക്കിയുടെയും ജിമ്മിയുടെയും ബുദ്ധിയും കഴിവുമാണ് ഇവൾക്ക് കിട്ടിയിരിക്കുന്നത്. സെബി പറയുന്നത് കേട്ട് സാന്ദ്ര അവനെ കോർപ്പിച്ചു നോക്കി. അതെ, എനിക്ക് അതിൽ അഭിമാനമാണ്. കാരണം അവർ 2 പേരും നിങ്ങളെപ്പോലെയല്ല, ബുദ്ധിയുള്ളവരാ. അതുകൊണ്ടാണല്ലോ അവർ പോലീസിൽ സേവനമനുഷ്ഠിച്ചത്. നിങ്ങൾക്ക് അത് പറ്റിയില്ലല്ലോ. അതുകൊണ്ട് അവരുടെ ബുദ്ധിയാണെന്ന് പറഞ്ഞ അഭിമാനത്തോടെ ഞാൻ പറയും, അതെ, എനിക്ക് അവരുടെ ബുദ്ധിയും ശക്തിയുമാണെന്ന്, സാന്ദ്ര പറഞ്ഞതും ഇത്രയും നാളും ഞാൻ ഇവളായിരുന്നു ദുരന്തമെന്ന് കരുതിയിരുന്നു. അല്ല, നീയും ഒട്ടും പിന്നിലല്ല എന്ന് തെളിയിച്ചിരിക്കുന്നു, ജോൺ പറഞ്ഞു. പിന്നീട് 2 പേരും തമ്മിൽ വഴക്കാവുന്നത് കണ്ടതും അതെ, നിങ്ങൾക്ക് എവിടെ പോകാനുണ്ടെന്നല്ലേ പറഞ്ഞത്, പോയിട്ട് വാ. ഞാനേ അങ്ങോട്ട് ചെല്ലട്ടെ, ചായ കുടിച്ചിട്ടില്ല, അമ്മച്ചി വിളിക്കുന്നുണ്ടായിരുന്നു, ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് പോന്നതാ എന്ന് പറഞ്ഞുകൊണ്ട് സണ്ണി തിരിച്ച് അങ്ങോട്ട് ഗൗരിയുടെ വീട്ടിലേക്ക് നടക്കുമ്പോഴാണ് ഗൗരിയുടെ വീടിൻ്റെ നേരെ ഓപ്പോസിറ്റ് കാണുന്ന വീട്ടിൽ നിന്നും ഒരു പെൺകുട്ടി ഗൗരിയുടെ വീട്ടിലേക്ക് നോക്കുന്നത് കാണുന്നത്. അത് കണ്ടതും സണ്ണി ഗൗരിയുടെ വീട്ടിലേക്കും പിന്നെ ആ പെൺകുട്ടിയെ നോക്കി. അവിടെ ആരെയും കാണുന്നില്ല എന്ന് സണ്ണിക്ക് മനസ്സിലായി. ഇനി അത് തൻ്റെ തോന്നലായിരിക്കും എന്ന് വിചാരിച്ച് സണ്ണി ഗേറ്റിനടുത്തേക്ക് എത്തിയതും സെക്യൂരിറ്റി അവനെ കണ്ടതും ഗേറ്റ് തുറന്നു കൊടുത്തു. അവൻ അകത്തേക്ക് കയറി പോകുമ്പോൾ ഒന്ന് തിരിഞ്ഞ് ആ പെൺകുട്ടിയെ നോക്കി. അവളിപ്പോൾ സണ്ണിയെ നോക്കുന്നുണ്ട്. ചെറുതായിട്ട് അവനൊന്ന് പുഞ്ചിരിച്ചതും
ആ പെൺകുട്ടിയുടെ ചുണ്ടിലും ഒരു പുഞ്ചിരി വിരിഞ്ഞു എന്ന് അവന് തോന്നി. അവൻ അകത്തേക്ക് കയറി ചെന്നപ്പോൾ കണ്ടു ഗൗരിയും രണ്ടു സഹോദരങ്ങളും കൂടി ഇരുന്ന് ചായ കുടിക്കുന്നുണ്ട്. അമ്മച്ചിയും അംബികാമ്മയും അവരുടെ അടുത്ത് തന്നെ ഇരിക്കുന്നുണ്ട്. ഫോണിൽ എന്തൊക്കെയോ ഫോട്ടോ ഗൗരിക്ക് കാണിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് സണ്ണി അങ്ങോട്ട് ചെല്ലുന്നത്. നീ ഇത് എവിടെ പോയതാ? ചായ ചൂടാറിയിട്ടുണ്ടാവും, ഞാൻ എടുത്തിട്ട് വരാം എന്ന് പറഞ്ഞ് അമ്മച്ചി എഴുന്നേക്കാൻ പോയതും ഞാൻ എടുത്തിട്ട് വരാം, റോസി അവിടെ ഇരിക്കെ എന്ന് പറഞ്ഞുകൊണ്ട് അംബികാമ്മ അടുക്കളയിലേക്ക് പോയി. ഇടയ്ക്ക് അമ്മച്ചി എന്ന് വിളിക്കുന്നത് കേൾക്കാം, ഇടയ്ക്ക് റോസി എന്ന് വിളിക്കുന്നത് കേൾക്കാം. സത്യത്തിൽ എന്താണ് വിളിക്കേണ്ടതെന്ന് നമ്മുടെ അമ്മയ്ക്ക് ഒരു പിടിയും കിട്ടിയിട്ടില്ല. അതൊന്ന് ക്ലിയർ ആക്കി കൊടുക്കുന്നത് നല്ലതായിരിക്കും അമ്മച്ചി. അംബികാമ്മ അടുക്കളയിലേക്ക് പോകുന്നത് നോക്കിക്കൊണ്ട് ആദിശേഷ് പറഞ്ഞു. എങ്ങനെ വിളിച്ചാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഞങ്ങൾ തമ്മിൽ ഒരേ വയസ്സാണ് എന്ന് എനിക്ക് തോന്നുന്നു. അല്ലെങ്കിൽ ഒരു വയസ്സിന് മൂത്തതായിരിക്കും ചിലപ്പോൾ ഞാനെന്ന് അമ്മച്ചി പറഞ്ഞു. സണ്ണിക്കുള്ള ചായയും അവിടെ ഉണ്ടാക്കിയ ചെമ്മീൻ കട്ട്ലേറ്റും ചെമ്മീൻ റോളും ഉണ്ടാക്കിക്കൊണ്ട് വന്നു അംബികാമ്മ. ആഹാ, എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആണല്ലോ. ഇത് അമ്മച്ചിയുടെ പ്രിപ്പറേഷൻ അല്ല. അതിൽ നിന്നും ഒന്നെടുത്ത് കടിച്ചു നോക്കിയ സണ്ണി പറഞ്ഞു. ഇത് നിന്റെ മദർ ഇൻ ലോയുടെ പ്രിപ്പറേഷനാണ്, അമ്മച്ചി പറഞ്ഞു. അതെ, അത് കഴിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി. രണ്ടിനും രണ്ട് രുചികളാണ്. എന്തായാലും എനിക്കിഷ്ടപ്പെട്ടു. അമ്മച്ചി ഉണ്ടാക്കുന്നതും നല്ലതാണ്, പക്ഷേ ഇതിനും ഒരു പ്രത്യേക രുചിയുണ്ട്, സണ്ണി പറഞ്ഞു. അളിയനാള് കൊള്ളാലോ. നൈസായിട്ട് അമ്മായിമ്മയെയും അമ്മയെയും സുഖിപ്പിച്ചു. അളിയനെ കണ്ടുപിടിക്കാൻ ഞങ്ങൾക്ക് കുറേ കാര്യങ്ങളുണ്ടെന്ന് ഇതിനോടകം തന്നെ മനസ്സിലായിട്ടുണ്ട്. വീണ്ടും വീണ്ടും തെളിക്കുകയാണല്ലോ അളിയ, ആദികേഷ് പറഞ്ഞു. അതിനെന്താ, എൻ്റെ കൂടെ കൂടിക്കോ, ഞാൻ പറഞ്ഞു തരാം, എനിക്കറിയാവുന്നതെല്ലാം, സണ്ണി പറഞ്ഞു. അപ്പോഴേക്കും കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ട് ഗൗരിയും അവിടെ നിന്നും എഴുന്നേറ്റ് ചെന്നു. അച്ഛൻ രണ്ടു മക്കളെയും കയ്യിലെടുത്തുകൊണ്ട് വരുന്നത് കണ്ടതും എഴുന്നേറ്റോ എന്ന് ചോദിച്ചുകൊണ്ട് അംബികാമ്മയും ചെന്നു. കുറേ നേരം എഴുന്നേറ്റിട്ട് ഞങ്ങൾ മൂന്നുപേരും കൂടി കളിക്കായിരുന്നു. പെട്ടെന്ന് ദേ ആശാൻ കരച്ചിലുണ്ടാക്കിയത്. അത് കേട്ടപ്പോൾ തന്നെ ആശാത്തി എൻ്റെ നെഞ്ചിൽ പതുങ്ങി. ഗൗരി വേഗം ചെന്ന് മോനെ എടുത്തു. എന്തു പറ്റി? അമ്മയുടെ ചൂടറിഞ്ഞതും അവൻ്റെ കരച്ചിൽ സ്വിച്ചിട്ടതുപോലെ നിന്നു. അപ്പോഴേക്കും അടുത്ത ആൾ കരഞ്ഞു തുടങ്ങി. അത് കണ്ട് ഗൗരി എടുക്കാൻ വേണ്ടിയാണെന്ന് അറിയാവുന്നത് കൊണ്ട് ഗൗരി സോഫയിൽ വന്നിരുന്നു. അച്ഛൻ മോളെ ഗൗരിയുടെ മടിയിലേക്ക് വെച്ചു കൊടുത്തു. രണ്ടുപേരും അവളുടെ നെഞ്ചിലേക്ക് ചേർന്നിരുന്നു. രണ്ട് കുഞ്ഞുങ്ങളും അവളുടെ മുഖത്ത് നോക്കുന്നത് കണ്ട് എല്ലാവരും ചിരിച്ചു. ഒരുപാട് നാളായി അമ്മയെ കാണാത്തതുപോലെയാണ് നോട്ടം, നോക്കിക്കേ, അമ്മച്ചി പറഞ്ഞു. എന്നാ മോളെ രണ്ടുപേർക്കും പാല് കൊടുക്ക്, അംബികാമ്മ പറഞ്ഞതും അവൾ കുഞ്ഞുങ്ങളെയും കൊണ്ട് റൂമിലേക്ക് പോയി. കൂടെ സണ്ണി എഴുന്നേറ്റതും അളിയാ, അളിയനോട് ഒരു കാര്യം ചോദിക്കാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു, ഇങ്ങോട്ട് വന്നേ എന്ന് പറഞ്ഞുകൊണ്ട് ആദികേഷ് വിളിച്ചു. സണ്ണി അവൻ്റെ അടുത്തേക്ക് ചെന്നതും വാ നമുക്ക് പുറത്തേക്കിരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അവൻ സണ്ണിയെയും കൊണ്ട് പുറത്തേക്ക് പോയി. പുറത്തെ ഗാർഡനിലുള്ള സ്റ്റോൺ ബെഞ്ചിൽ ഇരിക്കുമ്പോഴാണ് അവരുടെ അടുത്തേക്ക് ലോക്കിയും ജിമ്മിയും വരുന്നത്. അവർ രണ്ടുപേരും ഇരിക്കുന്ന സ്റ്റോൺ ബെഞ്ചിൻ്റെ അടുത്തായിട്ട് രണ്ടുപേരും വന്ന് കിടന്നു. സണ്ണി സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴെല്ലാം നേരത്തെ കണ്ട ആ പെൺകുട്ടിയെ വീണ്ടും കണ്ടു. അതാരാ ഇങ്ങോട്ട് നോക്കിക്കൊണ്ട് എന്ന് സണ്ണി ചോദിച്ചതും ഏത്? ദാ ആ വീടിൻ്റെ അവിടെ നിന്നും ഇങ്ങോട്ട് നോക്കിക്കൊണ്ട് നിൽക്കുന്ന ഒരു പനന്തത്തയെ കണ്ടോ നീ? എന്താണാവോ കാര്യം? അറിയില്ല, ഞാനിപ്പോഴാണ് കാണുന്നത്, ആദികേഷ് പറഞ്ഞു. എന്തോ കാര്യം പറയാനുള്ളത് പോലെ തോന്നുന്നു, ഞാനൊന്ന് ചോദിച്ചു നോക്കിയാലോ, സണ്ണി പറഞ്ഞതും അളിയാ പെങ്ങൾ അകത്തുള്ള കാര്യം മറക്കണ്ട, ആദികേഷ് പറഞ്ഞതും ആ പെൺകുട്ടി അവിടെ നിന്നും മാറി. അത് പോയി, ആദികേഷ് പറഞ്ഞപ്പോഴാണ് സണ്ണി ആ കുട്ടിയെ ഗേറ്റിനടുത്ത് കാണുന്നത്. ആ കുട്ടി ഗേറ്റ് തുറന്ന് അവരുടെ വീടിനടുത്തേക്ക് വരുന്നത് കണ്ടതും സണ്ണി അവിടെ നിന്നും എഴുന്നേറ്റു. കൂടെ ആദികേഷും. സെക്യൂരിറ്റിയോട് എന്തോ സംസാരിക്കുന്നതും അദ്ദേഹം അവരെ കയറ്റിവിടുന്നതും കണ്ടു. പക്ഷേ ഗേറ്റ് തുറന്നതും ലോക്കിയും ജിമ്മിയും ചാടി എഴുന്നേറ്റു. അവരുടെ അടുത്തേക്ക് പാഞ്ഞു പോകുന്നത് കണ്ടതും സണ്ണി വിളിച്ചു. രണ്ട് ഡോഗ്സിനെയും കണ്ടതും ആ പെൺകുട്ടി പേടിച്ച് ഗേറ്റിന് പുറത്ത് തന്നെ നിന്നു. കയറിപ്പോര്, സണ്ണി അവിടെ നിന്നും പറഞ്ഞതും ആ കുട്ടി അപ്പോഴും അവിടെ തന്നെ നിൽക്കുന്നത് കണ്ട് സണ്ണി അങ്ങോട്ട് ചെന്നു. എന്താടോ, തനിക്ക് എന്തോ പറയാനുള്ളത് പോലെ തോന്നുന്നു, സണ്ണി ആ പെൺകുട്ടിയെ നോക്കിക്കൊണ്ട് പറഞ്ഞതും അത് എന്നോട് പപ്പ പറഞ്ഞ് എനിക്കറിയാം,
കഴിഞ്ഞ ദിവസം കുട്ടികളെ നോക്കാൻ വന്നപ്പോൾ പപ്പ പറഞ്ഞിരുന്നു. മക്കൾക്ക് എങ്ങനെയുണ്ട്, മാറിയോ? ആ പെൺകുട്ടി ചോദിച്ചു. കുട്ടികൾക്ക് കുഴപ്പമൊന്നുമില്ല ഇപ്പോൾ. കുട്ടികളുടെ അമ്മയ്ക്കാണ് ഇപ്പോൾ പനി. അതെയോ? ചേച്ചിക്ക് എന്നിട്ട് കുറഞ്ഞോ? ആള് ഇപ്പോൾ ഓക്കെയാണ്, പനിയെല്ലാം മാറി. അല്ല, താനെന്താ പറയാൻ വന്നതാണെന്ന് തോന്നുന്നു. അതുപോട്ടെ, തൻ്റെ പേര് പറയും. എൻ്റെ പേര് ഏഞ്ചൽ. ഞാനിവിടെ ക്രൈസ്റ്റ് കോളേജിലെ വിദ്യാർത്ഥിയാണ്. അകത്തേക്ക് പാടും. സണ്ണി വിളിച്ചതും അവൾ അകത്തേക്ക് നോക്കി. അവിടെ കിടക്കുന്ന ലോക്കിയെയും ജിമ്മിയെയും കണ്ടതും, വേണ്ട, ഞാനൊരു കാര്യം പറയാൻ വേണ്ടി വന്നതാ. 2 ദിവസമായിട്ട് ഇവിടെ ഞാൻ ഒരു സ്ത്രീയെ കാണുന്നുണ്ട്. ഒരാളല്ല, ആദ്യം വന്ന ആളല്ല പിറ്റേ പ്രാവശ്യം വന്നത്. ഞാൻ ശ്രദ്ധിക്കും കാരണം എന്താണെന്ന് ചോദിച്ചാൽ അവർ ആ വീട്ടിൽ മാത്രമേ വന്നിട്ടുള്ളൂ. അതും സെക്യൂരിറ്റി ചേട്ടൻ ഭക്ഷണം കഴിക്കാൻ പോകുന്ന സമയത്താണ് 2 പ്രാവശ്യവും ഞാൻ കണ്ടത്. ഇവിടെ വന്ന് നോക്കിക്കഴിഞ്ഞാൽ അവർ പെട്ടെന്ന് തന്നെ പുറത്തേക്ക് പോകുന്നതും കാണാം. അങ്ങോട്ട് അകത്തേക്ക് ഗേറ്റ് കടന്ന് അവർ ഇതുവരെ കയറിയിട്ടില്ല. പിന്നെ പപ്പ പറഞ്ഞ് എനിക്കറിയാം, അനന്തൻ അങ്കിളുടെയും അങ്കിളിൻ്റെ മക്കളുടെ കാര്യവും പപ്പ പറഞ്ഞ് എനിക്കറിയാം. പപ്പയാണ് ഗൗരി ചേച്ചിയെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം, ആ ഡോക്ടറെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ കൊടുത്തത് പപ്പയാണ്. പപ്പയും ഞാനും നല്ല കൂട്ടാണ്. അതുകൊണ്ട് പപ്പ എല്ലാ കാര്യങ്ങളും പറയും. അങ്ങനെ ഒരു പ്രശ്നം നിൽക്കുന്നത് കൊണ്ടാണ് ഞാൻ അവരെ ശ്രദ്ധിച്ചത്. അനന്തൻ അങ്കിളിനോട് പറയാൻ വിചാരിച്ച് ഞാൻ നിന്നതാണ്. ഒരു മീറ്റിങ്ങിനായിട്ട് 2 ദിവസമായി പപ്പ ഇവിടെയില്ല. അതുകൊണ്ട് പപ്പയോട് പറയാൻ പറ്റിയില്ല. ഫോണിൽ വിളിച്ചിട്ട് കിട്ടിയിട്ടില്ല. ഒരു ക്യാമ്പിൻ്റെ ഭാഗമായിട്ട് പോയിരിക്കുന്നതാണേ. അവിടെ റേഞ്ച് കിട്ടാറില്ല. നാളെ വരും പപ്പ. നാളെ പപ്പയോട് പറയാമെന്ന് കരുതിയത്. പക്ഷേ ഇന്ന് അനന്തൻ അങ്കിളിനോട് പറയണമെന്ന് തോന്നി. അതാ ഞാൻ നോക്കി നിന്നത്. ആ പെൺകുട്ടി പറഞ്ഞതും സണ്ണി ഒന്ന് ആലോചിച്ചു. ഇങ്ങനൊരു ഇൻഫർമേഷൻ തന്നതിന് വളരെ ഉപകാരം. എന്തായാലും ഇനി അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചോളൂ. എൻ്റെ നമ്പർ ഞാൻ തരാം, ഒന്ന് നോട്ട് ചെയ്തോളൂ. അങ്ങനെ എന്തെങ്കിലും കണ്ടാൽ എന്നെ വിളിച്ച് പറയണം. സണ്ണി പറഞ്ഞുകൊണ്ട് നമ്പർ പറഞ്ഞു കൊടുത്തു. ഹായ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞാൻ സുഖമായിട്ടിരിക്കുന്നു. സ്റ്റോറി ഇട്ടിട്ടുണ്ടേ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്തോളൂ. ഹൈപ്പ് ചെയ്യാത്തവർ ഹൈപ്പ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തോളൂ. ലവ് യു ഓൾ. ഇറ്റ്സ് മീ കാർത്തിക.